വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ മുഴുവൻ മലയാളികളും ദുഃഖിതരാണ്. വ്യക്തികളും സന്നദ്ധ സംഘടനകളും റെസ്ക്യൂ, റിലീഫ്, റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. നാനാഭാഗത്തു നിന്നും ജനഹൃദയങ്ങളിൽ കരുണയുടെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്ന സമയമാണ്. അങ്ങനെ അർഹരായ ആളുകൾക്ക് അവരുടെ അവകാശമെന്നോണം അവരെ സഹായിക്കാനായി ജനങ്ങൾ നൽകുന്ന വിഭവങ്ങളും സമ്പത്തുമൊക്കെ സമാഹരിക്കുന്ന കൂട്ടായ്മകളും സംഘടനകളും കൃത്യമായ ഉത്തരവാദിത്വത്തോടെ, വിശ്വാസ്യതയോടെ, സുതാര്യതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ അറിയാത്തത് കൊണ്ടായിരിക്കാം ചില സംഘടനകൾ, ചില കൂട്ടായ്മകൾ വ്യക്തിഗത അക്കൗണ്ടുകൾ ഷെയർ ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ മോറൽ, സോഷ്യൽ, ലീഗൽ, ധാർമ്മിക, സാമൂഹിക, അതിനേക്കാളുപരി നിയമപരമായ വശങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം, ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം ഭീമമായ സംഖ്യ ലക്ഷ്യമിടുന്ന ചില കൂട്ടായ്മകളും സംഘടനകളും പോലും വ്യക്തിഗത അക്കൗണ്ടുകൾ പരക്കെ ഷെയർ ചെയ്യുന്നു എന്ന് പറയുമ്പം അത് ഒഴിവാക്കേണ്ടതാണ്. സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ ഈ ഒരു പ്രവണത ഒഴിവാക്കി, ഇപ്പം നമ്മളുടെ ഒരു പ്രൈമറി കോൺടാക്റ്റിലേക്ക് അയക്കുമ്പം, ഫസ്റ്റ് കോൺടാക്റ്റിലേക്ക് അയക്കുമ്പം ഒരുപക്ഷെ ട്രസ്റ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ടോ ഒന്നും ഇല്ലെങ്കിലും ഒരു 10 ആളുടെ കൂട്ടായ്മയാണ്, അവർ പരസ്പരം അറിയുന്നവരാണ്, അവർ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടെ ഒരുപക്ഷെ ഇതൊന്നും ആവശ്യമാണെന്ന് വരില്ല. വാട്സപ്പിൽ വ്യാപകമായിട്ട് ഷെയർ ചെയ്യുന്നു, ധനസമാഹരണം നടത്തുന്നു, കൂട്ടായ്മയുടെ പേരിൽ അല്ലെങ്കിൽ സംഘടനയുടെ പേരിൽ. കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് വ്യക്തിപരമായ അക്കൗണ്ടാണെന്ന് പറയുമ്പം ഇതിൻ്റെ കണക്കുകളും ഓഡിറ്റിംഗ് ഒക്കെ ഒരുപക്ഷെ പ്രയാസമായി വന്നേക്കാം. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അതിനോട് ചേരുന്ന ഉയർന്ന ഉത്തരവാദിത്വവും വിശ്വാസ്യതയും സുതാര്യതയും കാത്തുസൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ടവരോട് ആലോചിച്ച് ആ വഴികൾ സ്വീകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ.